ആൺപെൺ വ്യത്യാസമില്ലാതെ മിക്ക ആളുകളും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മുടികൊഴിച്ചിലും താരനും. എന്നാൽ ഇതിനൊരു പരിഹാരമായി 54 വർഷത്തെ പാരമ്പര്യമുള്ള ജെ കാളൻ ഫാർമസിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. വർഷങ്ങളായി വിപണിയിൽ സജീവമായ ജെ കാളൻ ഫാർമസിയുടെ മരുന്നുകളും അതിന്റെ നിർമ്മാണ രീതികളുമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ പറയാനായിട്ട് ജെ കാളൻ ഫാർമസിയിലെ മാനേജിംഗ് ഡയറക്ടറായ ഷീല മാം എന്നോടൊപ്പം ഉണ്ട്. മാം, എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ? ഇതെന്ന് വെച്ചാൽ ഇത് വർഷങ്ങളായിട്ടുള്ള ഒരു കമ്പനിയാണ്. 1970 തൊട്ട് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അതിന് മുമ്പായിട്ട് പാരമ്പര്യമായിട്ട് അപ്പാപ്പന്മാർ പാരമ്പര്യമായിട്ട് ഒരു 90 വർഷത്തോളം എറൗണ്ട് ആയിട്ടുണ്ട് ഇത് തുടങ്ങിയ കാലം തൊട്ട്. പിന്നെ ഇത് അപ്പച്ചൻ ആയുർവേദ ഡോക്ടറാണ്. അപ്പച്ചനാണ് ഇവിടെ ട്രീറ്റ്മെൻറ്റ് നടത്തി പോകുന്നായിരുന്നു. ആൾ മരിച്ചിട്ട് ഇപ്പോൾ 14 വർഷമായി. അതിനുശേഷം ആ ട്രീറ്റ്മെൻറ്റ് നടത്തിയ മരുന്നുകൾ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. എല്ലാം അതേ മോഡൽ ഒരു മാറ്റം വരുത്താതെ കറക്റ്റ് ആ മെത്തേഡിൽ തന്നെ ഞങ്ങളിപ്പോഴും അത് ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നു. എക്സ്പോർട്ട് ഉണ്ട്, ലോക്കൽ മാർക്കറ്റിലുണ്ട്, പിന്നെ കൊറിയർ ചെയ്തു കൊടുക്കും. ആമസോണിൽ അവൈലബിൾ ആണ് എല്ലാ പ്രൊഡക്റ്റും. മാം, ഇവിടെ തന്നെയാണോ ഹെയർ ഓയിലും ലേഹ്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്? ഇവിടെ തന്നെയാണ് എല്ലാ ഐറ്റംസും ഉണ്ടാക്കുന്നത്. പിന്നെ ഇതെന്ന് വെച്ചാൽ കഷായം ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു ഇതുണ്ട്, കഷായം ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ട് ഒഴിച്ചിട്ട് ഓയിലും പിന്നെ കുറേ പച്ചമരുന്നുണ്ട്, ഉഴിഞ്ഞ, കഞ്ഞുണ്ണി, നീലമിരി, അങ്ങനെ പല പച്ചമരുന്നുകളും ചേർത്തിട്ടാണ് അത് ജ്യൂസാക്കി പിഴിഞ്ഞ് ഇതിലൊഴിക്കും. നെല്ലിക്കയുണ്ട്, അതെല്ലാം ജ്യൂസാക്കിയിട്ട് പിഴിഞ്ഞൊഴിക്കും. അങ്ങനെ ഒരു 2 ആഴ്ചത്തെ ഒരു വർക്കാണ് ഈ കേശാമൃത ഹെയർ ഓയിൽ ഉണ്ടാക്കാനായിട്ട്. പിന്നെ കേശലേപം എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. അത് താരൻ മുടികൊഴിച്ചിൽ, ശക്തിയായിട്ടുള്ള മുടികൊഴിച്ചിൽ അങ്ങനത്തേനൊക്കെ ഉപയോഗിക്കുന്നതാണ് കേശതൈലം എന്ന് പറഞ്ഞൊരു ഐറ്റം. അത് ഓയിൽ ചേർക്കാതെ വെറുതെ ഒരു കഷായമാണ്. ആ കഷായം തലയിൽ തേക്കലാണ്. അതാണ് അതിൻ്റെ ഇത്. അത് ഇതേപോലെ 2 ആഴ്ച എടുക്കും. ഇത് മരുന്നുകൾ കൊണ്ട് തിളപ്പിച്ച് ഒരാഴ്ച ആക്കി ഇവിടെ കൊണ്ടൊഴിച്ച് അത് വറ്റിച്ച് അതും 2 ആഴ്ചത്തെ ഒരു വർക്കാണ്. അതും കേശലേപം എന്ന് പറഞ്ഞൊരു കഷായമാണ്. പിന്നെ ഈ ഹെയർ ഓയിലുകളൊക്കെ എത്ര നാൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും? ഹെയർ ഓയിൽ കണ്ടിന്യൂസ് ഉപയോഗിക്കാം. ഇതിപ്പോൾ കുറേ നാൾ ഉപയോഗിച്ചാൽ അതിൻ്റെ ഗ്രോത്തും കറുപ്പും കരുത്തൊക്കെ കിട്ടാനാണ് ഹെയർ ഓയിൽ യൂസ് ചെയ്യണത്. പിന്നെ കേശലേപം എന്ന് പറഞ്ഞൊരു കഷായം താരനും മുടികൊഴിച്ചിലും അതൊരു 5-6 ബോട്ടിൽ ഉപയോഗിക്കുമെങ്കിൽ നല്ലൊരു മാറ്റം വന്ന് മാറി മട്ടാവും താരൻ്റെ മരുന്ന്. കേശലേപം എന്ന് പറഞ്ഞൊരു കഷായമാണ്. പൈൽസിൻ്റെ മെഡിസിൻ, അത് വയറ് സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും പൈൽസിൻ്റെ മെഡിസിൻ ഉപയോഗിക്കുക. അർശോരി എന്നാണ് ലേഹ്യത്തിൻ്റെ പേര്. അത് ഗ്യാസ് ട്രബിൾ, ദഹനക്കേട്, വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ട്, പിന്നെ ബ്ലഡ് പോവും. പൈൽസ് വരുമ്പോൾ ഒരു ബ്ലഡ് പോകണതുണ്ട്, അതൊക്കെ മാറിപ്പോക്കോളും. ബൾജ് ചെയ്യുക, അതൊക്കെ പൊക്കോളും. ഇത് ഒരു 3 ബോട്ടിൽ കഴിക്കുമ്പോഴേക്കും ഒരു കൺട്രോളാവും. പിന്നെ അത് വർഷങ്ങളായിട്ടുള്ള, ഇപ്പോൾ 10 വർഷമൊക്കെ ആയിട്ടുള്ള കേസാണെങ്കിൽ ഒരു 5-6 ബോട്ടിൽ കണ്ടിന്യൂസ് കഴിക്കേണ്ടി വരും. ഒരു 5 ബോട്ടിൽ കണ്ടിന്യൂസ് കഴിച്ചതിന് ശേഷം അത് കുറച്ച് കൊണ്ടുവരാം. 2 ദിവസം കൂടുമ്പോൾ അങ്ങനെ കഴിച്ച് അത് കുറച്ച് കൊണ്ടുവരാം. ഇതിപ്പോൾ ഇങ്ങനെ മാറിപ്പോക്കോളും. ഇപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് മാം നടക്കുന്നത്? ഇത് കട്ട് ചെയ്തിട്ട് മെഷീനിൽ നന്നായി പൗഡറായിട്ട് പൊടിച്ചതിന് ശേഷം ഇവിടെ നമ്മൾ കഷായം ഇട്ടിട്ട് ഒരു 4 ദിവസം ഇവിടെ തിളപ്പിച്ച് ഇങ്ങനെ 2-3 ദിവസം തീയിട്ട് തിളപ്പിച്ചതിന് ശേഷം ഇത് ഊറ്റി അങ്ങോട്ട് കൊണ്ടുപോകും. എന്നാലേ ഇതിൻ്റെ സത്ത് മുഴുവൻ ഇതിൽ ഇറങ്ങി വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 4 ദിവസം ഇവിടെ തന്നെ ഇട്ട് തിളപ്പിച്ച് ഇവിടെ നിന്ന് എസൻസ് ഊറ്റിയിട്ട് അത് അവിടെ ചരക്കിൽ കൊണ്ടൊഴിക്കും. അതിന് ശേഷം അതിൽ നമ്മൾ വെളിച്ചെണ്ണ വരട്ടി അതിലൊഴിക്കും. പിന്നെയാണ് പിഴിഞ്ഞ ഐറ്റംസ്, കഞ്ഞുണ്ണി, ഉഴിഞ്ഞ, അങ്ങനെ കുറേ ഐറ്റംസ് ഇട്ട് സീക്രട്ട് ഇൻഗ്രീഡിയൻസും അതിലുണ്ട്. അതും കൂടിയൊക്കെ ഇട്ട് പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ചിട്ട് അവിടെയും ഒരാഴ്ച കിടന്നതിന് ശേഷമാണ് ഈ ഹെയർ ഓയിൽ ആവുക. നമ്മളെ ലാബാണ്. ഈ ലാബിൽ നിന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയ എല്ലാ മെഡിസിനുകളും ഇവിടെ വന്ന് ടെസ്റ്റ് ചെയ്തിട്ട് 3 വർഷം എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അപ്പോൾ അത് ഓരോ 3 മാസത്തിൽ ഇവർ ചെക്ക് ചെയ്ത് ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ പാക്കിംഗ് സെക്ഷനിലേക്ക് വിടുള്ളൂ. എല്ലാ ഐറ്റംസും പാക്ക് ചെയ്ത് ഓരോന്നും വെച്ചേക്കണതാണ് ഇതെല്ലാം. ഇത് അപ്പച്ചൻ്റെ അപ്പനാണിത്. പാവുണ്ണി വൈദ്യർ എന്ന് പറയും. അതിന് മുന്നത്തെ കാര്യം ഞങ്ങൾക്ക് അറിയില്ല. അവിടെ നിന്ന് തൊട്ട് എങ്ങനെ പാരമ്പര്യമായിട്ട് ചികിത്സ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിനുശേഷം എൻ്റെ അപ്പച്ചൻ ആയുർവേദ ഡോക്ടർ പഠിച്ച് ട്രീറ്റ്മെൻറ്റ് എടുത്തായിരുന്നു. അപ്പച്ചൻ്റെ അപ്പം കൊച്ചുവറീത് വൈദ്യരുടെ അപ്പനാണിത്. പാവുണ്ണി വൈദ്യർ എന്ന് പറയും. ഇത് ഞങ്ങളുടെ പ്രൊഡക്റ്റ് അർശോരി എന്ന് പറയും. പൈൽസിനുള്ള മെഡിസിനാണ്. പൈൽസ് മാത്രമല്ല, വയറ് സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും, ഗ്യാസ് ട്രബിൾ, ദഹനക്കുറവ്, വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ട്, എല്ലാ ഇതിനും വയറ് സംബന്ധമായ എല്ലാത്തിനും ഇത് ഉപയോഗിക്കാം. ഇതെന്ന് വെച്ചത് കഴിക്കേണ്ട വിധം രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് 1 മണിക്കൂർ മുപ്പാട് 1 ടീസ്പൂൺ എന്ന് പറയുന്നത് 10 ഗ്രാമാണ് 1 ടീസ്പൂൺ. ആ ലെവലിൽ കഴിക്കാം. ഞങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ എപ്പോഴും ജെ
എന്നുള്ളൊരു എംബളം ഉണ്ട്. ആ എംബളം നോക്കി വാങ്ങണം. പലരും ഇങ്ങനത്തെ ഉള്ള കാരണം നമ്മുടെ പ്രൊഡക്റ്റ് കിട്ടാൻ നമ്മുടെ എംബളം വെച്ച് തന്നെ നോക്കി വാങ്ങണം. എല്ലാ പ്രൊഡക്റ്റിനും നമ്മുടെ എംബളം ഉണ്ട് കേട്ടോ. പിന്നെ പ്രൊഡക്റ്റ് കേശലേപം എന്ന് പറയും. കേശലേപം എന്ന് പറയുന്ന തലയിൽ താരൻ, ശക്തിയായിട്ടുള്ള താരൻ, മുടി കൊഴിച്ചൽ, പിന്നെ വട്ടം വട്ടമായിട്ട് മുടി പോവുക, അങ്ങനെയൊക്കെ ഉള്ളതിനൊരു കഷായമാണ്. എണ്ണ ചേർക്കാത്ത ഒരു കഷായമാണ്. തലയോട്ടിൽ തേച്ച് പിടിപ്പിച്ച് കുളിക്കാനുള്ളത്. ഇതൊന്നും തേക്കുമ്പോൾ മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ആമസോണിൽ അവൈലബിൾ ആണ്, ലോക്കൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കൊറിയറും ചെയ്തു തരും. കോൺടാക്റ്റ് നമ്പർ തരുന്നുണ്ട്. അത് വിളിച്ചു കഴിഞ്ഞാൽ അതിൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരും, കൊറിയറും ചെയ്തു തരും. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇതിനെപ്പറ്റി എഴുതിയിട്ടുള്ള നോട്ടീസും ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഇതിലുണ്ട് കാര്യങ്ങൾ. പിന്നെ നമ്മുടെ പ്രോഡക്റ്റാണ് കേശാമൃതം. ഈ കേശാമൃതം മുടിക്ക് കറുപ്പും കരുത്തും ഗ്രോത്തും, മുടി പൊട്ടി പോണത്, വിട്ട് ഇങ്ങനെ തുമ്പ് വിട്ടു പോയില്ല, ഇങ്ങനെ അറ്റം പിളിർക്കുക, അങ്ങനെയുള്ളതിനൊക്കെയും കിളിർത്ത് വരാനൊക്കെയും ഈ കേശാമൃത ഹെയർ ഓയിൽ ഉപയോഗിച്ചാൽ മതി. പിന്നെ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് പിള്ളേർ, കൊച്ചുകുട്ടികളെയും പിന്നെ വലിയവർക്ക് മുഖത്ത് കറുപ്പും കരിവാളിപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് തേച്ചാൽ നല്ല മാറ്റം വരും. കുറച്ച് നാൾ അടുപ്പിച്ച് തേക്കണം. പിള്ളേർ ഒരു പ്രസവിച്ച് എണ്ണ തേച്ച് കുളിക്കാൻ ടൈം ആകുമ്പോൾ തൊട്ട് ഇത് തേച്ച് കൊടുത്താൽ സ്കിന്നിന് നല്ല കളറും ഇങ്ങനെ സോഫ്റ്റ് ആവുകയും ചെയ്യും. ചൊറി ചരങ്ങ് അങ്ങനെയൊന്നും വരില്ല ഇത് തേച്ച് കഴിഞ്ഞാൽ. കേശത്തൈലം എന്ന് പറയും. ഇത് ഈ അകാല നര എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലോട്ടുള്ള നരയ്ക്ക്, ഒരു 30 വയസ്സിന് താഴെയുള്ളവർക്ക് തേക്കാൻ പറ്റിയതാണ്. നരയ്ക്ക് കൺട്രോൾ കിട്ടും. നരച്ച മുടി ചെറുതായിട്ട് ഡിമ്മാവും. കുറച്ചാൾ അടുപ്പിച്ച് തേക്കണം. 1-2 വർഷം കണ്ടിന്യൂസൊക്കെ തേക്കണം. പെട്ടെന്ന് ഒരു 1-2 ബോട്ടിൽ കൊണ്ട് മാറ്റം വരില്ല. അപ്പോൾ അതിനുള്ളതാണ് കേശത്തൈലം. 54 വർഷത്തെ പാരമ്പര്യമാണ് J&J കാളൻ ഫാർമസിക്കുള്ളത്. മുടികൊഴിച്ചിൽ, താരൻ, പൈൽസ് എന്നിവയ്ക്കുള്ള എല്ലാ മരുന്നുകളും ഇവിടെ ലഭ്യമാണ്. അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ എറണാകുളം നാഷണൽ ഹൈവേയിലെ നെല്ലായിലാണ്.